പോകും. ആ വാ, അകത്തേക്ക് വാ. മോന് വിഷമം കാണുമെന്നറിയാം. അന്നത്തെ എന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ മറക്കണം. അമ്മ എന്ന് എന്ത് പറഞ്ഞു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട് മോനോട്, അജിത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ. അവനെ കുറിച്ച് എനിക്ക് പേടിയായിരുന്നു. സമയത്തിന് വീട്ടിൽ വരില്ല, തല്ലും വഴക്കും. ഇപ്പൊ ഒക്കെ മാറി. അജിത്തില്ലേ? മോളിലുണ്ട്. നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഒരു 5 മിനിറ്റടാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ല റെയിൽവേ സ്റ്റേഷനിൽ പോണോന്ന്. 9 മണിക്കുള്ള ട്രെയിനിൽ അവള് പോണത്. ഓ, എല്ലാം കൃത്യമായിട്ട് കാണാപ്പാടാക്കി വെച്ചിരിക്കാണല്ലേ. നീ നിർബന്ധിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓ, നിന്നെ പരിചയപ്പെടുത്തിയില്ലേ? എടി ഒന്നോ പരിചയപ്പെടുത്തലേക്ക് പിന്നെ ആകാം. നീ വേഗം റെഡിയാകും, സമയം പോണു. ഒന്ന് ഇരുന്ന് കഴിക്കരുത്, സമയമില്ല. മതി അമ്മ. ട്രെയിൻ എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒന്ന് വെറുതെ ഇല്ല അമ്മേ. ഞങ്ങൾ ഇറങ്ങാ. കാപ്പി കുടിച്ചിട്ട് പോവാൻ മക്കളെ. വേണ്ട വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇവന് അത്യാവശ്യം ഒരാളെ കാണാനില്ല. ആരെയാ മോനെ? ഫ്രണ്ട് ഇവിടെ. എന്നാലും കാപ്പി കുടിച്ചിട്ട് പോവാന്നേ. അയ്യോ, ഞാൻ ഇനിയും വരില്ല അമ്മേ. പോട്ടെ പോട്ടെ മേ. ആരാമ്മ ഇത്? അജിത്തിന്റെ ഫ്രണ്ടാ. പാല് കുടിച്ചിട്ട് പോവാൻ മോളെ. അയ്യോ വേണ്ട, വൈകുന്നേരം വരെ ഇരിക്കണ്ടല്ലേ, കഴിച്ചിട്ട് പോയാൽ ഒരു കാര്യം. എവിടെയാണ്? ഇപ്പൊ വരുവാടാ. അതെ, എന്റെ പെങ്ങള് വന്നു പോണ സ്റ്റേഷനത്. അവളെങ്ങനെ ഇത് അറിഞ്ഞ എന്റെ മാനം പോകും. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്ന അവൻ ആരെ കാണാനെന്ന് പറഞ്ഞു. ഇത് വിജയ്, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഇത് ഗീതു, എന്റെ പെങ്ങളാ. ഹലോ. ഞാൻ പറ്റേ സമയായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അവളുടെ കുത്തി കുത്തി ഓരോ ചോദ്യമുണ്ട്. ഇവിടെ ആരെ കാണാൻ വന്നാണ്? ഫ്രണ്ടിന്റെ ആരാ വരാനുള്ളത്? നിനക്കെന്താ പറ്റി? നിന്റെ ആള് ദൂരം വന്നില്ലേ? ഇല്ല, ഇനി വരുമെന്ന് തോന്നുന്നില്ല. വാ പോവാം. കേട്ടിട്ട് എനിക്കൊരു ഞെട്ടലും തോന്നുന്നില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇതൊരു വഴിത്തിരിവായിട്ട് കരുതിയാൽ മതി. എന്നാലും ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ സിസ്റ്ററെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം ഒന്നും അല്ലിത്. അജിത്ത് എങ്ങാനും ഇത് അറിഞ്ഞാലോ പെട്ടെന്ന് കെട്ടുകിടത്തി തരും. അല്ലാന്താ മോനെ, അവൻ നിന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാ? ഇപ്പോ. അതിനു മുമ്പ് നീ ഗീതുവിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അവൾ ഇവന്റെ പെങ്ങളായി പോയത് നിന്റെ കുറ്റ. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അല്ലേ? കൂട്ടുകാരന്റെ ഭാര്യയെ പ്രേമിക്കുന്നതാണ് തെറ്റ്. കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിക്കാൻ പാടില്ലെന്ന് ഒരു നിഘണ്ടുവിലും ഇല്ല. നല്ല തറവാട്. അജിത്ത് ഫ്രണ്ട് ആയതുകൊണ്ട് കാര്യങ്ങൾ വീസി. എപ്പോ വേണേലും വീട്ടിൽ കയറി ചെല്ലാൻ, സംസാരിക്കാം, കത്തോ കിത്തൊക്കെ കൊടുക്കുകയും ചെയ്യാം. കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണ കേട്ടില്ലേ? ഓ, ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞൂടാത്ത പോലെ. കല്യാണത്തിന് മുമ്പ് നീ എന്നെ എത്ര പ്രാവശ്യം തട്ട് മുട്ടൊക്കെ ചെയ്തു എന്ന് പറയാൻ പോകായിരുന്നു. കുഞ്ഞിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ഓരോ എടീ, കിട്ടേണ്ട സുഖം കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ ജീവിതം നായ നക്കും. ചേട്ടനെ പോലെ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടോ? നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. തീരുമാനം ഉണ്ടാക്കാൻ എവളാ മിടുക്കി. ചേച്ചി, എന്റെ പൊന്നു മോനെ, എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചൊന്ന് കുപ്പിയിലാ. വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന കൊള്ളാം. അവളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കുപ്പിയിലാക്കാൻ. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ പോലെ ആയിപ്പോ. എന്താണ് ഹലോ. ന്യൂ അഡ്മിഷനാ. മൊബൈൽ
കാണിക്കേ, ഒന്ന് ഓൺ ചെയ്യടി. ഛെ, ഒന്ന് കാണിക്കേ, പ്ലീസ് ഡി, ഒന്ന് കാണിക്കേ. ഇന്നാ കണ്ടോ. എനിക്കൊരു ഫോണുണ്ട്. ഹലോ, ഞാൻ വിജയ്. ആ ഗ്ലാസിനടുത്തേക്കൊന്ന് നീങ്ങി നിന്ന എന്നെ കാണാം. ഹായ്. എന്ത് വേണം? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക, സമയമില്ല. എങ്കിൽ നേരിട്ട് കാണണം. പറ്റില്ല. എന്നാ ഞാനിങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. എന്തു പറയുന്നു? ഈ സിറ്റിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണ് അല്ലേ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? ഏയ് അല്ല. കാര്യം പറ. സത്യത്തിൽ ഇനി പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല. എനിക്ക് ഉത്തരം കിട്ടി ഈ വരവിലൂടെ. മനസ്സിലായില്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, നിരന്തരം പിന്തുടരുന്നു, സംസാരിക്കണമെന്ന് പറയുന്നു, അവൾ വരുന്നു. എന്താ അർത്ഥം? അവൾക്ക് ഇഷ്ടമായി, അതായത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അല്ല. എന്നിട്ട് ഞാൻ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ബ്രദർ അജിത്ത് നിങ്ങളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, നിങ്ങളെ തമ്മിൽ പിണക്കണ്ടെന്നുള്ളതുകൊണ്ട്. എന്റെ ഏട്ടനുമായി ഇത്രയധികം കൂട്ടുവെച്ചിട്ട് ഏട്ടന്റെ പെങ്ങടെ പിന്നാലെ ഇങ്ങനെ ചുറ്റാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഇനി എന്നെ ശല്യപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയും, എന്നേക്കുമായി. Get lost and search some other girl. Goodbye. ഗീതു, you have mistaken me. അജിത്തിന്റെ സിസ്റ്റർ ആണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഗീതുവിനെ സ്നേഹിച്ചത്. ഗീതു വിചാരിക്കും പോലെ ഇതൊരു വെറും ക്യാമ്പസ് ടൈപ്പ് ലവ് അല്ല. ഐ എം സീരിയസ്. റിയലി ഐ ലവ് യു. This is too much. ഗീതു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. കേട്ടേ പറ്റൂ. പ്ലീസ് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. എന്താ എന്താ ഇവിടെ ആരായവൻ? എന്താ പ്രശ്നം? അയ്യോ, പ്രശ്നോ? ഒരു പ്രശ്നമില്ല സാർ. നിന്നെ കണ്ടിട്ടൊരു കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ആരാ കുട്ടിയവൻ? അയ്യോ സാറേ, സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ അല്ല ഞാൻ. ഞങ്ങൾ വളരെ അടുത്ത പരിചയക്കാരാ. എന്നിട്ട് താൻ സംസാരിക്കുമ്പോ ഈ കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടല്ലോ. ഉണ്ടോ? അത് ഫാമിലി മാറ്റേഴ്സ്, കുടുംബ പ്രശ്നം. അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ അവൾക്ക് വല്ലാത്ത ടെൻഷനാ അല്ലേ? സാർ ചോദിച്ചു നോക്ക്. കുട്ടിയുടെ ആരാ ഇയാള്? ഇയാളെ എനിക്കറിയില്ല. എന്താണ് നീ പറഞ്ഞത്? കുടുംബ പ്രശ്നം സംസാരിക്കുമ്പോ ടെൻഷനാണെന്നല്ലേ? എന്നാ ടെൻഷൻ ഞാൻ തീർത്തു തരാടാ. കുട്ടിക്ക് എന്നെ അറിയാം. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവടാ. പറയുന്നത് കേൾക്കും. അമ്മ എന്തേടി? അമ്മേ, അമ്മേ. എന്താ എന്താടാ വിളിച്ചു പോകുന്നേ? എന്താണെന്നാ? ഇന്നെന്താ ഉണ്ടായെന്നറിയോ? എന്താ? നമ്മുടെ വിജയില്ലേ, അവനെ പോലീസ് പിടിച്ചു. കാരണം എന്താണെന്നറിയോ? അല്ലേ അവൻ തന്നെ പറയട്ടെ. ഇവനിത് എവിടെ പോയി? നീ എന്താ ഇവിടെ തന്നെ നിന്നെ? അതൊക്കെ വാള. അമ്മ ഇവന്റെ ഫേസിലേക്ക് നോക്കി. ഇങ്ങോട്ട് കാണിക്കടാ. പോലീസുകാർ കൈത്തരിപ്പ് മാറ്റിയ പാടുകളാ. എന്താ മോനെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ അമ്മ ഈ കൊല്ലത്തെ ബെസ്റ്റ് കോമഡിയാ. പൂവാല ശല്യം. ആരെ പോലെന്നറിയോ? ഇവൻ, ഈ യുവ കോമളൻ. പോടാ, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഗീതു, നീ കേക്ക്. ഇവൻ ഏതോ ഒരു പെണ്ണിനോട് പ്രേമം തുടങ്ങിയിട്ട് കുറെ നാളായി.
ഏതോ നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാന്ന് തോന്നുന്നു. അവൾ ഇതുവരെ ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടില്ല. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ അവക്കറിയില്ലെന്ന്. ഒടുവിലും പോലീസിന്റെ പിടിയിലുമായി. ഇവന് എന്റെ വല്ല കാര്യമുണ്ടോ? ഇവന്റെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൊമ്പത്തെ ആലോചന വരെ നടത്താം. എന്നിട്ട് ഇവനോ ഒരു കോന്തി പെണ്ണിന്റെ പുറകെ നടക്കാം തല്ലുള്ളനായിട്ട്. ഇതൊക്കെ വീട്ടുകാരോട് പറഞ്ഞ് ആലോചിക്കേണ്ട കാര്യ. ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടാതെ ഞാനിതെങ്ങനെ വീട്ടിലറിയിക്കുക? ശരിയോ തെറ്റോന്ന് അറിയില്ല. മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടം തോന്നിപ്പോയി. എന്തായാലും മോൻ കണ്ടെത്തിയ കുട്ടി കണ്ണിച്ചോരയില്ലാത്ത പെണ്ണായിപ്പോയി. എന്നുവെച്ച് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒരിക്കലും ആ കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്തില്ല. അതാ നല്ലത്. അവക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയട്ടാ. പറയില്ലടാ, ചിലരുടെ മനസ്സങ്ങനെ. എന്തായാലും മോൻ കണ്ടെത്തിയ കുട്ടി കണ്ണിച്ചോരയില്ലാത്ത പെണ്ണായിപ്പോയി. അവക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയട്ടാ. പറയില്ലടാ, ചിലരുടെ മനസ്സങ്ങനെ. ഗീതു വിചാരിക്കും പോലെ ഇതൊരു വെറും ക്യാമ്പസ് ടൈപ്പ് ലവ് അല്ല. ഐ എം സീരിയസ്. ലുക്ക്, റിയലി ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇനി ഒരിക്കലും ആ കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്തില്ല. സോറി. ഹലോ, എട്ടുപെട്ടി കുട്ടപ്പൻ. ഹലോ, വിജയുടെ വീടല്ലേ? ആരാണ്? ഞാൻ ഗീതുവാ. ഇതുവാണോ? ഇപ്പൊ കൊടുക്കാം. വിജയമോനെ, 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 മാൻകുഞ്ഞ്, മാൻകുഞ്ഞ്, വിജയമോനെ. എന്താണോ വിളിച്ചു പോകുന്നത്? വിജയമോനെ, മാൻകുഞ്ഞ്, മാൻകുഞ്ഞ്. മാൻകുഞ്ഞോ? അല്ല, ഗീതുന്റെ ഫോണ്. അയ്യോ, എവിടെ? ഫോൺ ഉണ്ടാണോ? അല്ല, ഫോൺ തരാൻ നിന്നെ കഥകൾ കാണിക്കാൻ ഫോൺ ഉണ്ടാണോ? എന്ത്? അയ്യേ, ഒന്നുമില്ല, ഒരു ചെറിയ തുണി പ്രോബ്ലം. ഇപ്പൊ വരും. ഹലോ, 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 പറയേ. എന്നോടല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എപ്പോ പറഞ്ഞു? അന്ന് എന്നോടൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞില്ലേ? ഞാനതിപ്പോ ശ്രദ്ധിച്ചില്ല.
എന്തു പറയാനാ വിളിച്ചത്? അത് എനിക്ക് ഗീതുവിനെ എന്താ ഗീതുവിനോട്? ഒന്ന് പോടോ. അയ്യോ ഇവിടെ പറഞ്ഞതാ. അത് എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പക്ഷേ എപ്പോഴും ബൗ ബൗ എന്ന് കുരച്ചോണ്ടിരിക്കും.